ഇതിനിടയിലാണ് ബാരാമുള്ളയിൽ ഏറ്റവും വലിയ കൂട്ടക്കൊലകളിൽ ഒന്ന് നടന്നത്. പാക് സംഘത്തിന്റെ പിന്തുണയോടെയുള്ള ആക്രമണത്തിൽ 3000 പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത്. ഇന്ത്യൻ യൂണിയനുമായുള്ള സംയോജന കരാറിൽ രാജാവ് ഒപ്പുവെച്ച ദിവസമായിരുന്നു ബാരാമുള്ളയിലെ കൂട്ടക്കൊല. ഇതോടെ ഡൽഹിയിൽ നിന്ന് ലഫ്റ്റനന്റ് കെ രഞ്ജിത് റായിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സൈന്യം ശ്രീനഗറിൽ പറന്നിറങ്ങി. പാകിസ്ഥാന്റെ ഓപ്പറേഷൻ ഗുൽമാർഗിന് ബദലായി ഇന്ത്യ ഓപ്പറേഷൻ ജാക്ക് അഥവാ ഓപ്പറേഷൻ ജമ്മു ആൻഡ് കാശ്മീർ പ്രഖ്യാപിച്ചു. ബാരാമുള്ളയ്ക്കടുത്തുണ്ടായ ഏറ്റുമുട്ടലിൽ രഞ്ജിത് റായ് കൊല്ലപ്പെട്ടു. പിന്നീട് കെ രഞ്ജിത് റായ്ക്കും ഇന്ത്യ മഹാവീര ചക്രം പ്രഖ്യാപിച്ചു. ഒക്ടോബർ 30-നാണ് ഷെയ്ഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കുന്നത്. ഇതോടെ കശ്മീരിലെ നിയന്ത്രണം പൂർണ്ണമായും ഇന്ത്യൻ സൈന്യം ഏറ്റെടുത്തു. ശ്രീനഗർ വിമാനത്താവളത്തിനടുത്തുള്ള ബദ്ഗാമിൽ നിന്ന് ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടി ആരംഭിച്ചു. ഷലാട്ടങ്ങിൽ ഇന്ത്യൻ സേന പാക് സംഘത്തെ തകർത്തു. ഇന്ത്യൻ ആക്രമണത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി. കടന്നുകയറി വന്ന സംഘത്തിലെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് രക്ഷപ്പെട്ട് പാകിസ്ഥാനിലേക്ക് പോകാൻ സാധിച്ചത്. നവംബർ 13 ആയപ്പോഴേക്കും ഇന്ത്യൻ സൈന്യം ഉറി വരെ എത്തി വീണ്ടും ആധിപത്യം ഉറപ്പിച്ചു. പിൻവാങ്ങിയവർ പൂഞ്ച് ജംഗീറിൽ തമ്പടിച്ചു. മഞ്ഞുകാലം തുടങ്ങിയതിനാൽ ഇരു സൈനിക വിഭാഗത്തിനും പിന്നീട് മുന്നേറാൻ കഴിഞ്ഞില്ല.